ഡ്രസ്സൊക്കെ കൊള്ളാം കേട്ടോ. താങ്ക് യു. ഇഷ്ടപ്പെട്ടോണ്ടല്ലേ എടുത്തത്. ഇങ്ങനെ പറ്റിക്കല്ലോ. നമ്മള് പോയിട്ടെല്ലാം വന്നില്ലേ? അതെ, നമ്മളെ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. എന്തായാലും ഈ സർപ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജെയിംസ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് അകത്തേക്ക് പോവാം. അതെ. അയ്യോ, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങള് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ? അതെ. തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി അല്ലേ? അതെ. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. പോവാം. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്നാലുള്ള മെയിൻ പരിപാടി ഇതാ. വണ്ടിക്ക് നമ്മൾ ചന്ദനം തൊടും. എപ്പോഴും ഇതാ. വണ്ടിക്ക് എപ്പോഴും ഐശ്വര്യം വേണ്ടേ? നമ്മളെ കൊണ്ടുവന്ന വണ്ടിയല്ലേ? അതെ. അതുകൊണ്ട് അതിനകത്താ അച്ഛനുള്ളൊരു ശീലമാണ് ഈ കുറി തൊടുന്നതിന്റെ മുകളിൽ ഗോപുരം കണക്ക്. എനിക്കാണെങ്കിൽ ചന്ദനം ഇടുന്നതിന് പറയുന്നേ ഗോപുരം ഇടുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. എനിക്കൊരു ഇച്ചിരി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടുന്നത് എനിക്കറിയത്തില്ല. ഇട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോകുന്നതാ. ഇട്ട് വരുമ്പോ ഗോപുരം ആയിപ്പോവും. എല്ലാം ഇടും. എവിടെ വന്നാലും അവിടുത്തെ എല്ലാ കംപ്ലീറ്റ് ചന്ദനവും എല്ലാ കുറി എടുത്തിടും. അപ്പം വൺസ് അഗൈൻ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോകണം. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. മൈക്ക് വെച്ചിട്ടില്ല. അകത്തോട്ട് കയറിക്കോ. ഞാൻ പോയി കാല് കഴുകിട്ട് കേട്ടെ. എന്താണ് ചെയ്യുന്നത്? അപ്പോ ലൈവ് അപ്പോ ആഹാ. കറി എന്തുണ്ട്? ഓക്കെ. ചായ ഇട്ടു. ആണോ? ഓക്കെ. അപ്പൊ അതിനൊരു സീക്രട്ട് റെസിപ്പി ഉണ്ടല്ലോ, അതും കൂടി ഇടണ്ടേ ചായയുടെ? അതിനു വേണ്ടിയാ ഞാൻ വന്നത്. ഏലക്ക ഇട്ട് ചായ കുടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ഏലക്കയിട്ടും ഇഞ്ചി ഇട്ട് ചായ കുടിക്കുന്ന അടിപൊളിയാണ്. എന്നാ ഇഞ്ചി ആക്കിയാലോ ഒന്ന്? ഏത് വേണം? ഏലക്ക ബർത്ത്ഡേക്ക് തീരുമാനിക്കും. ഇഞ്ചി വേണോ? ഓക്കെ. എന്നാ അതിട്ട്. അതേ, പറയാതെ വന്നിരുന്ന് കഴിക്കുവാന്നോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട്. അങ്ങനല്ല, ക്യാമറ ഓണായി വരണ്ടേ? ഞാനങ്ങ് കഴിച്ചു പോയി. വിശപ്പിന്റെ വിളി വന്നപ്പോ കഴിച്ചതാ. നല്ല അടിപൊളി അപ്പം അല്ലേ? അതെ, വെള്ളയപ്പം. അടിപൊളി അപ്പവും നമുക്ക് കിഴങ്ങ് കറിയും പിന്നെ ചായ, അതും ഏലക്കയുടെ ചായ. ഒരുപാട് ഇഷ്ടം ഏലക്ക ചായ. ആണല്ലേ? എനിക്കും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കുടിക്കണം. ഏലക്ക ചായ കുടിക്കണം, നമ്മള് ഇഞ്ചി ചായ കുടിക്കും, ചിലപ്പോ നമ്മള് പട്ടയൊക്കെ ഇട്ട് കുടിക്കും. മസാലയൊക്കെ ആക്കിയിട്ട്. അത് ടേസ്റ്റാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്ങനെയാണെന്ന് അറിയാം? അപ്പം മുരിഞ്ഞപ്പം, നടുക്ക് ഭാഗം കാണലും മൊത്തം ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പം ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എന്നെ അമ്മയും ഉറക്കണിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അപ്പം കൊണ്ടുവന്ന് മൂക്കില് അന്നേരം എണീക്കൊന്ന്. എന്തൊക്കെ ഐഡിയ അല്ലേ എൻ്റെ അമ്മയുടെ ഓരോരോ ഐഡിയകള്. പക്ഷെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം. അതുകൊണ്ട് ഇപ്പോഴും അപ്പത്തിന് ഇഷ്ടത്തിനൊരു കുറവില്ല. അപ്പം ഉപ്പുമാവുമാണ് ഇപ്പോഴും പ്രിയ. നല്ല കോമ്പിനേഷനില്. അല്ല, ഒരു ദിവസം അപ്പാണെങ്കിൽ ഒരു ദിവസം ഉപ്പുമാവും. പക്ഷെ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നും പറയാറില്ല. ഇഷ്ടമുള്ളത് കഴിക്കും. ഇഷ്ടമുള്ളതല്ല, ഇഷ്ടമാണ്. എന്തും കഴിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് തന്നെ വേണമെന്നൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞ ബുദ്ധിമുട്ടിക്കാറേ ഇല്ല. ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ബുദ്ധിമുട്ടിക്കാറേ ഇല്ല. ഇതാണോ ബർത്ത്ഡേ ഡ്രസ്? ഇത് ബർത്ത്ഡേയുടെ ഒരു ഡ്രസ്സാ. ഇത് മാത്രമേ ആയിട്ടുള്ളൂ. അല്ലേ? ഇനിയുണ്ട്. അപ്പം എനിക്ക് മാത്രമല്ല ബർത്ത്ഡേ ഡ്രസ്സുള്ള വേറൊരാൾക്കും കൂടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇപ്പൊ ഇട്ടേക്കുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് വേറൊരെണ്ണം. പക്ഷെ ഇട്ടിട്ട് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. ആണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് എന്റെ ബർത്ത്ഡേയുടെ ഡ്രസ് അല്ലേ? ഇത് അച്ചുവിന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാ. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഈ സിബ് ഉള്ളതും ഇങ്ങനെ കോളർ ഉള്ളതും ഞാൻ യൂസ് ചെയ്യാറില്ലാത്തതാണ്. കോളറുള്ള ടൈപ്പ് അല്ല, അതിൻ്റെ സിബും കൂടെ വന്നപ്പം ഒരു വെറൈറ്റി ഡിസൈൻ ഇത് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടും ഇഷ്ടമാണ്. എന്നും എപ്പോഴും ബ്ലാക്ക് ഇടാതെ പറയുന്നത് ഞാൻ ബ്ലാക്ക് ആയിട്ടോണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു കളർ ഉണ്ട്, അതുകൊണ്ടാണ് ഈ കളർ അല്ലേ? അതെ, നമ്മളെപ്പോഴും എല്ലായിടം പോകുമ്പോഴും ഒരേ കളർ വരുന്നത് നോക്കി ഇടാറുണ്ട്. പിന്നെ ചിലപ്പം കൂടുതൽ, സത്യം പറയാല്ലേ, എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്കാണ്. എനിക്കും ബ്ലാക്കാണ് ഇഷ്ടം. എനിക്ക് ഒരു 6 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ കൂടുതലും ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതെ, 6 വർഷത്തിന് മുകളിലായി ബ്ലാക്കാണ്. 6 വർഷമില്ല,
അതിൽ കൂടുതലായി ബ്ലാക്ക് ആയി ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു 10 കൊല്ലമെങ്കിലും ആയി കാണും ഞാൻ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് വേറെ ഡ്രസ് ഇല്ലെന്ന്. അതെ ഇവിടെ എപ്പോൾ ഡ്രസ്സ് എടുത്താലും അമ്മ വഴക്ക് പറയുന്നതാ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. പക്ഷേ നമ്മൾ ഇട്ടിട്ട് അമ്മയ്ക്ക് ബ്ലാക്കിനോടുള്ള ഇഷ്ടം തന്നെ പോയി. മുടി വെട്ടണ്ടായിരുന്നു, മുടി എല്ലാം ഫ്രണ്ടിലോട്ട് വീണ് കിടക്കുക. ഇത്തിരി ഒതുക്കി വെക്കും. അതെ, ഒരുപാട് കിളിച്ചു. അത് എന്താ അറിയാമോ, ഇപ്പൊ വെക്കേഷൻ ടൈമല്ലേ, വെക്കേഷൻ ടൈമിന് നമ്മൾ മുടി വെട്ടാൻ പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്ക്. അതെ, എല്ലായിടത്തും രാത്രി വരെ ആൾക്കാരിരിക്കും. അപ്പം അത്രയും നമുക്ക് എന്താ പറയുന്ന, അത്രയും സമയം സ്പെൻഡ് ചെയ്ത് അവിടെ പോയി ഇരിക്കാനായിട്ട് വെയിറ്റിംഗ് സമയമാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് സമയം പറഞ്ഞാലും നമ്മൾ ചെല്ലുമ്പോഴൊന്നും അവര് കട്ട് ചെയ്ത് തരത്തില്ല. കാര്യം അപ്പോഴത്തേക്ക് തീരത്തില്ല. അവരെ കുറ്റം പറയുന്നതല്ല, തീരത്തില്ലടി. കാര്യം അത്രയും അവർക്കും ഈ ഒരു സീസൺ ആണ് വർക്ക് കൂടുതലുള്ളത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ സ്കൂൾ തുറക്കത്തില്ലേ, സ്കൂൾ തുറക്കുമ്പോ തിരക്കൊക്കെ തരും. സ്കൂൾ തുറന്ന് കഴിയുമ്പോ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ മോഡൽ വെട്ടാനുണ്ട്. എന്ത് സംഭവം ഞാൻ പറഞ്ഞുതരാം, എല്ലായിടത്തും ഉള്ളതാ. നമ്മൾ ആദ്യം മോഡൽ വെട്ടു, സ്കൂൾ അടച്ചു കഴിയുമ്പോഴത്തേക്ക് പോയി സ്കൂളിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഫുള്ള് സൈഡൊക്കെ എടുത്ത് പല മോഡലിലും കെട്ടി. സ്കൂള് തുറക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് ഫുള്ള് പറ്റയൊക്കെ അടിച്ച് അതെല്ലാം കളഞ്ഞ്, കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ്. പണ്ട് തൊട്ടേ ഇങ്ങനെയല്ലേ? അതെ, പണ്ട് എനിക്ക് പണ്ട് ബോയ്ക്കട്ടെ കട്ട് ചെയ്തോളായിരുന്നു. എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആൺകൊച്ചല്ല, പക്ഷെ അമ്മ കൊണ്ടുപോയി അവിടെ. അന്ന് ഞങ്ങള് അമ്മാമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. തട്ടാമലയിൽ ഇപ്പോഴും ഉണ്ട് ആ പാർലർ, ഞാൻ കാണിച്ചു തന്നത്. ആ പാർലറിൽ കൊണ്ടുപോയാ എപ്പോഴും ബോയ്ക്കട്ടല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കൊണ്ടുപോയിട്ട് മറ്റേ ഓരോ മോഡല് വരത്തില്ലേ, സാധാരണ അമ്മമാരെ അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, ഓരോ മോഡൽ എന്നെ കൊണ്ട് വെട്ടിക്കുമായിരുന്നു. അതായത് ഞാൻ പോലും പറയത്തില്ല, ഇങ്ങനെ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയുള്ളത് വേറെ മോഡലുകൾ. മുടി വളർത്തുന്നതിനൊന്നും എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അമ്മ കൊച്ചിലെ മുടി വളർത്തത്തില്ലായിരുന്നു. അത് കാരണം വളർന്നു കഴിഞ്ഞപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ കെയർ ചെയ്യാത്തോണ്ട് മുടി എത്രയും പോയി. എന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു ഷോർട്ടാക്കാൻ പറഞ്ഞു, മിക്കവാറും ഷോർട്ടാക്കും. പക്ഷെ അച്ഛന് എനിക്ക് മുടിയുള്ളതാ ഭയങ്കര ഇഷ്ടം. മുടി വെട്ടാ അച്ഛൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും അച്ഛനാ ചോദിക്കുന്നത് ഷോർട്ടാക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? കുറച്ച് ഷോർട്ടാക്കാം അല്ലേ? അപ്പൊ ഇനി കഴിച്ചിട്ട്, അതെ, ഇനി കഴിച്ചിട്ട് വേണം. നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിരിക്കും അല്ലേ? ബീഫ് ചില്ലി അല്ല, ചില്ലി ചിക്കനാ. ഇങ്ങനെ പറ്റിക്കല്ലോ. സോയയുടെ കളറാണ്, പക്ഷെ ഡാർക്ക് സോയയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കൂടെ. അപ്പുറത്ത് എന്തോ ഇരിക്കുന്നേ? ഇവിടെ ഫ്രൈഡ് റൈസിന്റെ. ഫ്രൈഡ് റൈസ് അല്ലേ? അതെ. ഓക്കേ, നടക്കട്ടെ. അപ്പൊ അച്ഛേ, എന്തായി? നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. സംഭവം കണ്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഡാർക്ക് കളറാ കേട്ടോ. അത് സോയയുടെ കളർ കൂടുതലാ. നമ്മൾ എടുത്ത സോയ അങ്ങനത്തെയാ, അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അന്ന് ചുമപ്പായിരുന്നു തോന്നുന്നില്ലേ, കളറ് റെഡിഷ് ആയിരുന്നു കുറച്ചുകൂടെ. അത് ലൈറ്റ് കളർ സോയായിരുന്നു, ഇത് ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് ഈ കളർ. ഓക്കെ, അപ്പൊ പരിപാടി നടക്കട്ടെ. ഇവിടെ അതാണ്ട ഇതെന്താ സംഭവം? അത് ഫ്രൈഡ് റൈസിന്റെ. ഓക്കെ, ആയി വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം പെട്ടെന്ന് തീർക്കണം. നമുക്ക് കഴിക്കുന്നത് മാത്രല്ല, പോണം, അതാണ് മെയിൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയില്ലേ? അതെ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അതെ, സംഭവം കാണിച്ചു കൊടുത്തേ. ചില്ലി ചിക്കൻ സെറ്റ് ആയിട്ടോ, അടിപൊളിയായി. കഴിച്ചു നോക്കട്ടെ. സോറി, എനിക്ക് ഇത് വന്നു. കുഴപ്പമില്ല, കഴിച്ചു. എങ്ങനെയുണ്ട്? റൈസ് ഒരു ഇച്ചിരി, അതെന്റെ കയ്യിലെ മിസ്റ്റേക്കാ. വെള്ളം ഒഴിച്ച് കൂട്ടി കളഞ്ഞു. ഞാൻ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അന്നേരം പറഞ്ഞു അത്രയും വെള്ളം കോരി ഒഴിക്കല്ലേ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിന്. അത് എന്താ അറിയാമോ, ആ കുക്കറിനെ തിട്ടപ്പോഴത്തേക്ക് അളവ് ചെറിയൊരു വിഷയം വന്നതാ. അന്നേരം പറഞ്ഞു കുക്കറിൽ ഇടണ്ട, ഫ്രൈഡ് റൈസ് അല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷെ അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോ ക്ഷമിച്ചു കളാം. കുഴപ്പമില്ല. ചിക്കൻ ഇതുമായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട്, ചില്ലി ചിക്കനുമായിട്ട് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് എന്തോ പറയുന്നത്, എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ചില്ലി ചിക്കൻ. നമുക്ക് ഇതിന്റെ റെസിപ്പി ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു. എന്താ വെച്ചാലേ, എനിക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ചു ഒരു ഇതെല്ലാം ഒതുക്കി. അപ്പോഴത്തേക്ക് ആദ്യം അരിയേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. ഞാൻ വിചാരിച്ചു വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നല്ല ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ്
സോറി, ഇനി വെക്കും റെസിപ്പി ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് എളുപ്പമല്ലേ ചില്ലി ചിക്കൻ? ഈ ചില്ലി ചിക്കൻ പെട്ടെന്ന് നമുക്ക് വെക്കാം. കൊള്ളാം, ഒരു വെറൈറ്റി സാധനം. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഓക്കെ. അങ്ങനെ അച്ചു കേക്ക് മേടിക്കാൻ വേണ്ടി ക്യൂട്ടി പൈയിൽ വന്നാലടാ. അങ്ങനെ കേക്കൊക്കെ സെലക്ട് ചെയ്യും. ഇവിടെ കുറേ പേസ്ട്രീസ് അല്ലാണ്ട് ചെറിയ ഇതായിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കസ്റ്റമൈസ്ഡ് കേക്കൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. ലുക്കൊക്കെ അടിപൊളിയല്ലേ? ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്കൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോകും. ഒരുപാട് ലേറ്റായി. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പേസ്ട്രീസ് ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് സാധനം ഉള്ളൂ റെഡി ആയിട്ട്. നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ അല്ലേ ചു? ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്യൂട്ടി പോയി ഇവിടെ നിന്നാണ് അച്ചു കേക്ക് മേടിച്ചത്. കേക്കൊക്കെ മേടിച്ചിട്ട് നിൽക്കുക. ഇനി വീട്ടിലോട്ട് പോയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ അച്ചു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അല്ലേ അച്ചു? അതെ. ഇനിയിപ്പോൾ കേക്ക് എടുത്തോണ്ട് വന്നാൽ മതി. ഡ്രസ്സൊക്കെ കൊള്ളാലോ. അപ്പം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടോ അല്ലേ? അതെ. അപ്പം ഞാൻ പോയി കേക്ക് എടുത്തോണ്ട് വരട്ടെ. ഓക്കെ. ഇപ്രാവശ്യം നമ്മൾ കേക്ക് മേടിച്ചിരിക്കുന്ന വേറെ എവിടുന്നല്ല, അതെ സംഭവം അതെ അവിടെ നിന്നാണ് മേടിച്ചത്. എല്ലാ പ്രാവശ്യങ്ങളൊക്കെ ബൈ വൺ ഗെറ്റ് വൺ കേക്ക് ഒന്നും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അത് മേടിച്ചായിരുന്നു. പക്ഷെ എനിക്ക് നമ്മൾ അതിൽ തന്നെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വേറെയാണ്, വെറൈറ്റി മേടിച്ചു. അതെ, അപ്പൊ ഇനിയിപ്പം കേക്ക് സെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഏടന്റെ ബർത്ത്ഡേക്കും ക്യൂട്ടി പൈന്ന് കേക്ക് മേടിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സംഭവം അടിപൊളി, വെറൈറ്റി ആയിരുന്നു. എന്തായാലും ഈ കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ കേക്ക് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് ഗൈസ്. അതെ, കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ച് സൈഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആരുടെ ബർത്ത്ഡേയാ? അച്ചുവിന് കേക്ക് മുറിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. പക്ഷെ ഇതിനകത്ത് റൈറ്റിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ അച്ചുമോൾ. റൈറ്റിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വേണ്ടായിരുന്നു റൈറ്റിംഗ്. മറ്റേ നമ്മുടെ അത് എടുത്താൽ മതിയായിരുന്നല്ലേ? നമ്മളെടുത്ത കേക്ക് മിൽക്കി വേ അല്ലേ? മിൽക്കി അല്ലല്ലോ, എന്തോ മിൽക്കി എന്തുവായിരുന്നു, എന്നെ കൂടെ തെറ്റിച്ച്. അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. എന്താണ്? മെഴുകുതിരി വെക്കുക കേട്ടോ. മെഴുകുതിരി. പക്ഷെ ഈ ക്യാൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ക്യാൻഡിൽ അല്ലേ? അതെ, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കയറ്റിയും ഒരെണ്ണം ഇറക്കിയും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയാവും തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ വെക്കുന്നില്ല, ബർത്ത്ഡേ ഗേൾ തന്നെ വെക്ക്, അതാ നല്ലത്. ഓക്കെ, അങ്ങനെ ബർത്ത്ഡേ ഗേളിന് തന്നെ ആ ഒരു പണി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ക്യാൻഡിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള പണി. കുത്തിയിറക്കണം, ഫുള്ള് കുത്തിയിറക്കണം. അച്ചു പിണങ്ങി ഗൈസ്. അച്ചുവിന്റെ വീഡിയോ എടുത്തു കൊടുത്തില്ലെന്ന് പറഞ്ഞ അച്ചു അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങുന്ന ആളല്ല ഗൈസ്. എന്റെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. ആണോ അമ്മ? മിണ്ടുന്നില്ല. പെട്ടെന്ന് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, എന്റെ കേക്ക് കട്ടിങ് കാണാനായിട്ട് എല്ലാരും അക്ഷമരായിട്ടിരിക്കുക. സെറ്റായി കഴിഞ്ഞോ? സെറ്റാവും. അപ്പൊ ബർത്ത്ഡേ ഗേളിനെ തന്നെ കൊണ്ട് നമ്മൾ ഇത് കുത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ കാൻഡിൽ കത്തിച്ചിട്ട് കട്ട് ചെയ്യും. ഞാൻ കാൻഡിൽ കത്തിച്ചേ. അങ്ങനെ ദീപം തെളിച്ചിരിക്കുകയാണ്. അയ്യോ, പക്ഷെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടി ആയിപ്പോയി കേട്ടോ. കേക്കിൽ വീഴല്ലേ, വീഴാതെ ചെയ്യണം. അതാ ഏറ്റവും റിസ്ക് പിടിച്ചൊരു പരിപാടി ആയിപ്പോയി ഞാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. അച്ചു ഭയങ്കര സേഫ് സോണിലും വരികയും ചെയ്ത് എനിക്കിട്ട് പണിയും ആയിപ്പോയി കേട്ടോ. വേണ്ടായിരുന്നു. ഈ ക്യാൻഡിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതാ ഒരു ഭംഗിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിനുങ്ങുന്നുണ്ട്, കണ്ടായിരുന്നു? വന്നു നമ്മുടെ അച്ചുമോളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ അച്ചു, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ട് ചെയ്യോ? നല്ല പുകയുണ്ട് കേട്ടോ. നല്ല പുകയുണ്ട്. കഴിച്ചു. യെസ്, അങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു.
അടിപൊളി കേക്ക്. അടിപൊളി കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ വരൂ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാരും കഴിച്ചു. ബാലൻസ് കേക്ക് നമ്മള് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നു. അതെ, ഫ്രിഡ്ജിൽ വെക്കുക. എന്താ അറിയാമോ, നാളെ ബാലൻസ് എടുക്കാലോ, ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് എന്ന് വെച്ചാൽ മിൽക്കി വേ, ഒരു രക്ഷയില്ല, അടിപൊളി കേക്ക് കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. അകത്ത് ഇത് കണ്ട, ഈ ഒരു സംഭവം കണ്ട, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്തു, അച്ചു ഡ്രസ്സൊക്കെ മാറി, രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. വേറെ എന്താണ് ഫുഡ്? ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ച ഫ്രൈഡ് റൈസും, അതെ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നെ, അത് തന്നെയാണ് വീണ്ടും നമ്മൾ കഴിക്കുന്നത്. സംഭവം രക്ഷയില്ല കേട്ടോ, അടിപൊളി. രാത്രി ആയപ്പോ ചില്ലി ചിക്കൻ ഇരുന്ന് ഒന്നുകൂടെ സെറ്റ് ആയി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മധുരം കഴിച്ചിട്ട് എരിയും കൂടെ തിന്നപ്പോഴത്തേക്ക് അത് പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റൂ, നമ്മൾ കഴിച്ച കേക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞു, പക്ഷെ ഒരു രക്ഷയില്ല. ഒരുപാട് പറഞ്ഞെന്ന് പറഞ്ഞാലേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അത് ഒരുപാട് പറഞ്ഞത്. പേരൊന്നുകൂടെ പറയാൻ മിൽക്കി വേ, അത് ക്യൂട്ടി പൈ. അപ്പം ഇനിയിപ്പോ നമുക്ക് കഴിച്ചിട്ട് കണ്ടാലോ? ഓക്കെ.